ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ 4 മണിക്കൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ചായയ്ക്ക് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു പെട്ടെന്ന് ഒരു അരമണിക്കൂറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 4-5 വെളുത്തുള്ളി അല്ലി, പിന്നെ 2 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മല്ലിയുടെ ഇല. ഇതൊക്കെ കഴുകി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയുടെ ഇല, പച്ചമുളകെല്ലാം. പിന്നെ നമുക്കത് ഓപ്ഷനാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, പച്ചമുളകൊക്കെ അവർ കടിക്കുമ്പോൾ അവർക്ക് എരിവ് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയോ അതിനനുസരിച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ആ മുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് പറയും. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്. കോൺഫ്ലോറും അരിപ്പൊടിയും മിക്സ് ചെയ്തുണ്ടാക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. അത് രണ്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഇങ്ങനെ ചീകി എടുക്കണം. ഇങ്ങനെ ചീകി എടുക്കുമ്പോൾ ഒരു 4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി നമ്മൾ പിഴിഞ്ഞെടുക്കണം. ആ സ്റ്റാർച്ച് കളയണം. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല, വലിയവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇവിടെ നോർത്തിൽ നോക്കുക വെച്ചാൽ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് തരുന്നൊരു വിഭവം സ്റ്റാർട്ടർ എന്ന് പറയാം. ആദ്യം നമ്മൾ കല്യാണത്തിന് അവിടെ ചെന്ന് ഇരിക്കുമ്പോഴേ അവർ കൂൾ ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ ചെറിയ സ്നാക്സ് കൊണ്ടുവരും. അപ്പോൾ അതിലുള്ള ഒരു ഐറ്റമാണത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. ഇതൊക്കെ കഴിക്കുമ്പോഴേ പിന്നെ ഭക്ഷണം കഴിക്കാൻ വയറില്ലാണ്ടാവും. വിശപ്പൊക്കെ നമ്മുടെ മാറും. അത്ര നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ഇവർ ഇങ്ങനെ ഉണ്ടാക്കി തരും. അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസ്, കെച്ചപ്പ്, അതുമാതിരി മല്ലിയുടെ ചട്നി, ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ തരിക. അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അവർ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് അവർ തരുന്ന ഐറ്റംസാണത്. അപ്പം അതിലുള്ള ഒരെണ്ണമാണ്. അങ്ങനെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് തന്നെ നോക്കിയപ്പോഴാണ് ഇതുപോലൊരു ഐറ്റം ഞാൻ ഇവിടെ വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് കഴിയുന്ന ഒരു ഐറ്റമാണിത്. അപ്പം നമുക്ക് 4 മണിക്കൊക്കെ ചായക്കോ, കുട്ടികളിങ്ങനെ പുറത്തൊന്നും പോയി അപ്പോൾ കഴിക്കില്ല അധികം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെല്ലാ ഉരുളക്കിഴങ്ങും ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക വെച്ചാൽ ഈ വെള്ളത്തിൽ നിറച്ച് സ്റ്റാർച്ചാണ് അതിൻ്റെ. അപ്പം നമ്മളിതിന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 2 പ്രാവശ്യം കൂടി ഇതുപോലെ കഴുകിയെടുക്കണം. നമ്മൾ വേറെ നല്ല വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഇനി 2ാമത് റിപ്പീറ്റ് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് 2ാമതും പിഴിഞ്ഞെടുക്കണം. വളരെ ഈസിയാണ്. അധികം വലിയ പണി ഇല്ലാത്തൊരു പരിപാടിയാണ്. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്ന ഒരു ജോലിയേ ഉള്ളൂ ഇതിൽ. കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ നല്ലോണം തിരുമ്പി അതിൻ്റെ സ്റ്റാർച്ച് കണ്ടോ പിന്നെയും വരുന്നുണ്ട് സ്റ്റാർച്ച് ഇതിൽ. ഈ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പി ആവില്ല. നല്ല ക്രിസ്പി ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ആ സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാർച്ച് ഒന്ന് കളയണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, സ്റ്റാർച്ച് അത് വെള്ളത്തിലിട്ട് സ്റ്റാർച്ച് കളഞ്ഞാൽ കുറച്ചൊരു ക്രിസ്പി ആവുള്ളൂ ഈ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ടാണ് ഈ സ്റ്റാർച്ച് കളയണത്. ഒന്ന് സ്റ്റാർച്ച് കളഞ്ഞിട്ട് വരാം. നമ്മളിവിടെ ഒരു 3 പ്രാവശ്യം ഉരുളക്കിഴങ്ങ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വെള്ളത്തിൽ. ഇനി നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും. ജലാംശം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് വരില്ല. നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാം. കുറച്ച് നേരം നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വിടാം. ഉപ്പ് ചേർത്ത് ഇളക്കി ഇനി നമുക്ക് അതിന് വേണ്ട പച്ചമുളക്
വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ച് വരാം. പച്ചമുളക് നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പറഞ്ഞ പോലെ പച്ചമുളക് വേണമെങ്കിൽ ഓപ്ഷണലാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയാണ് ഇത് ഇഷ്ടം കൂടുതൽ. അപ്പോൾ അവർക്ക് എരിവ് അധികം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുക, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടുക. ചതക്കായിരിക്കും കൂടുതൽ നല്ലത്. ചതയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും ഇത് കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. ഇതൊക്കെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതെല്ലാം കൂടി നമുക്ക് ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കാം. നമ്മൾ പിഴിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്ത് വെച്ച കാരണം ഇതിൽ ഉപ്പ് ഉണ്ടായിരിക്കും. പിന്നെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് പിഴിഞ്ഞെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ മല്ലിയുടെ ഇല. മല്ലിയുടെ ഇലയൊക്കെ കുറച്ചധികം ഇരുന്നാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇതിന് മല്ലിയുടെ ഇലയും വെളുത്തുള്ളിയാണ് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടണത്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പ് ഓൾറെഡി നമ്മളിതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഉപ്പ് അധികം ചേർക്കരുത്. അത് കഴിഞ്ഞ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് അധികമാവും. ഇനി നമുക്ക് കോൺഫ്ലോറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ പകുതി 2 സ്പൂണ് കോൺഫ്ലോർ, 2 സ്പൂൺ അരിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അത് നിങ്ങൾക്ക് ഏതാണോ കോൺഫ്ലോർ മാത്രം ഉണ്ടാക്കിയാൽ മതി, അതായാലും മതി. 2 മിക്സ് ചെയ്ത് വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. കുറച്ച് ചേർത്തതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും ഒഴിക്കരുത്. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത്. നല്ലോണം കുഴയ്ക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൽ തന്നെ ഈ പൊടി ശരിയായി വന്നോളും. നമ്മളൊരു ഉരുള ആക്കാൻ പാകമായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് ഓരോ ഉരുളക്കിഴങ്ങിനനുസരിച്ചും വ്യത്യാസങ്ങൾ വരും. നമ്മൾ കുഴച്ച് വെച്ച മാവിനെ കയ്യിൽ കുറച്ച് കൈ കഴുകി, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും, കൈ കഴുകി നമ്മൾ കുറച്ച് എണ്ണയോ എന്തെങ്കിലും തടവി നമ്മൾ ചെറിയ ബോൾസാക്കി, ബോൾസോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്കിതിനെ ചെറിയ ബോൾസാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വട്ടനെ ഇങ്ങനെ ചെറിയ ബോൾസാക്കി എടുക്കാം. ഓവൽ ഷേപ്പിലാക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ 2 ഷേപ്പ് ഇത് വേണോ കുട്ടികൾക്ക് എങ്ങനെയാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഓവൽ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. കയ്യിലൊന്നും പിടിക്കണില്ല, കുറച്ച് എണ്ണ തടവിയാൽ മതി. ഇല്ല സുഖമായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഓരോ ബോൾസായിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രിസ്പിയായി വന്നു തുടങ്ങി. നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഇതിനെ നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ വറുത്തെടുക്കണം. അപ്പോൾ അത് ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതുപോലെ അടുത്ത
ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വറുത്ത് വെച്ച ഇതിൻ്റെ മുകളിൽ നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നല്ല ക്രിസ്പിയാണ്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നമസ്കാരം.